കൊല്ലം കടപ്പാക്കടയിൽ മകനെ കൊലപ്പെടുത്തിയ അച്ഛൻ ജീവനൊടുക്കി. കടപ്പാക്കട സ്വദേശി വിഷ്ണുവിനെ കൊലപ്പെടുത്തിയ ശേഷം പിതാവ് ശ്രീനിവാസപിള്ള ജീവനൊടുക്കുകയായിരുന്നു. മകൻ വിഷ്ണു മാനസിക പ്രശ്നമുള്ളയാളാണ്. ശ്രീനിവാസപിള്ളയെ മകൾ ഫോണിൽ വിളിച്ചിട്ട് കിട്ടാത്തതിനെ തുടർന്ന് വീട്ടിലെത്തി പരിശോധിച്ചപ്പോഴാണ് മൃതദേഹങ്ങൾ കണ്ടത്. 2 ദിവസമായി അച്ഛനും മകനും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. മൃതദേഹങ്ങൾക്ക് 2 ദിവസത്തെ പഴക്കമുണ്ടെന്നാണ് നിഗമനം. അതിന് മാനസിക അസ്വസ്ഥതയുള്ള വ്യക്തിയാണ്. ഇപ്പൊ വിവാഹം കഴിച്ച് ബന്ധമൊക്കെ ഒഴിഞ്ഞ് 2 വിവാഹവും അങ്ങനെയാണ്. പിന്നെ അച്ഛന് നല്ല ബുദ്ധിമുട്ടിക്കുക ആളെ. അച്ഛൻ നല്ലൊരു വ്യക്തിയാണ്, നമുക്കറിയാവുന്ന അഡ്വക്കേറ്റ് ആണ്. അമ്മയെ ഉപദ്രവിക്കും. അമ്മ അങ്ങനെയൊക്കെ ഇവിടുന്ന് മാറി. പെങ്ങള് വിളിച്ചിട്ട് കിട്ടാത്തത് കൊണ്ട് അവര് വന്നപ്പോഴാണ് അന്വേഷിച്ചപ്പം മതിൽ ചാടി, ഗേറ്റ് പൂട്ടിയോണ്ട് മതിൽ ചാടി അകത്ത് കയറിയപ്പോഴാണ് കൺഫേം ആക്കിയേക്കുന്നത്. സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നുള്ള ലൈഫല്ല, സാമ്പത്തിക ശേഷിയൊക്കെ ഉണ്ട്, വസ്തുക്കളൊക്കെ പലയിടത്തൊക്കെ കിടപ്പുണ്ട്. പിന്നെ പയ്യൻ വിഷ്ണു എന്ന് പറയുന്ന മകൻ ഇത്തിരി മാനസിക രോഗിയാണ്. പിന്നെ എപ്പോഴും ചെയിൻ സ്മോക്കറാണ്. നിരന്തരം ബഹളമൊക്കെയാണ് വീട്ടിൽ. സാറ് അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്താണ് സാറ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ശ്രീനിവാസപിള്ള എന്ന് പറയുന്ന അദ്ദേഹം അഡ്വക്കേറ്റാണ്.